ഇന്നൊരു ഫാമിലാണേ. അപ്പോൾ ആപ്പിൾസ് ഉണ്ട്, പേറുണ്ട്, പ്ലം ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ഒക്കെ പറിക്കാൻ വന്നതാണ്. ആപ്പിൾസ് കണ്ടോ, ഇതുണ്ടോ. എല്ലാ വർഷവും ഞങ്ങൾ പോകാറുണ്ട്. കഴിഞ്ഞ വർഷം പോയി, ഈ വർഷം വന്നാണ് പറിക്കാൻ. ഇത് വിളഞ്ഞ് നിൽക്കുന്നത് ഇവിടെ വൈറ്റ് ഗ്രീൻ ഉണ്ട്, കണ്ടില്ലേ ഗ്രീൻ കണ്ടോ. ഈ ഗ്രീൻ ഒരെണ്ണം പറിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാം വിളഞ്ഞ് നിൽക്കുവാണ്. എല്ലാം ഇത് വിളഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞാൽ എങ്ങനെയാണ് വിളയുന്നത്, നിങ്ങൾ തൊണ്ടേന്ന് മാറി നിൽക്കും. പച്ചക്കടിച്ച് പോട്ടെ. അയ്യോ ഒരെണ്ണം താഴെ വീണു. താഴെ വീണെന്ന് എടുത്ത് നോക്കാമേ. എന്ത് ജ്യൂസിയാണ്. ഫ്രഷ് ആപ്പിളൊക്കെ പതിനായിട്ട് കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരം ക്രഞ്ചി. ഇപ്പോൾ ആപ്പിൾസ് ഒരു കോണിൽ നിന്ന് ഞങ്ങൾ പറിക്കാൻ പോവാം. ആപ്പിൾ മരം കണ്ടോ. ഇത് ഒരു സ്ത്രീ തന്നെ നടത്തുന്ന ഫാമാണ്. അവരൊറ്റയ്ക്കാണ്. അപ്പോൾ അവർക്ക് തന്നെ ഇത് പറിച്ചു കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആൾക്കാർ വന്ന് തന്നെ പറിച്ചുകൊണ്ട്. വലിയ ഫാമൊന്നുമല്ല, ഇത് ചെറിയൊരു ഫാമാണ്. എന്നല്ല ഇവിടെ പല വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇന്ന് പറിക്കാൻ വിളഞ്ഞേക്കുന്ന 2 വെറൈറ്റിയാണ്. ഹണി ക്രിസ്പും പിന്നെ ജിഞ്ചർ ഗോൾഡ് എന്ന് പറയും. ജിഞ്ചർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഹണി ക്രിസ്പ് ഭയങ്കര സ്വീറ്റാണ്. എല്ലാത്തിനും ലേബലും ടാഗും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് വെറൈറ്റിയാണെന്ന് അറിയാൻ പറ്റും. ഇതിൽ കിടക്കുന്നു നോക്കട്ടെ. ഇത് മുത്സു എന്ന് പറയും. അത് ആയിട്ടില്ല, ഞാനതാ പറിച്ചത്. പക്ഷേ സ്റ്റിൽ അത് ജ്യൂസി ആയിരുന്നു. മുത്സു. ഇനി ഒരു ഹണി ക്രിസ്പ് പറിച്ച് തിന്ന് നോക്കട്ടെ, കറക്റ്റ് ആയിട്ടുണ്ടോ. അതേ, അയ്യോ ഇവിടോട്ട് വന്നാൽ കൊല്ല കുത്തി കിടക്കുന്നുണ്ട്. ഇതായിരിക്കും ഹണി ക്രിസ്പി. നല്ല റെഡ് കളർ കാണുന്ന. പേര് നോക്കട്ടെ. ഉണ്ട് സ്പാർട്ടൈൻ. ഇതുമല്ല ഇത് വിളഞ്ഞിട്ടില്ല. അവർ പറഞ്ഞായിരുന്നു വിളഞ്ഞത് ഏതൊക്കെയാണ്. ഇതൊക്കെ സ്പാർട്ടൈൻ വേറെ വെറൈറ്റിയാണ്. ചിലതിനൊക്കെ കേടുണ്ട്. അവർ പറഞ്ഞായിരുന്നു കിളികളൊക്കെ വന്നിട്ടേ കൊത്തുന്നുണ്ടെന്ന്. കിളികളൂടെ കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലതിലൊക്കെ കേട് കാണാൻ പറ്റും. നന്നായിട്ട് ഇതിന് മുമ്പേ ഞാൻ കാണിച്ചിട്ടുണ്ട്. വിളഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ മാറി നിൽക്കും തണ്ടേന്ന്. കണ്ടോ, ഇതിപ്പോൾ വിളഞ്ഞതാണ്. നമുക്ക് പറിക്കാൻ പറ്റും. അല്ലെന്നുണ്ട് ഇതിങ്ങനെ ഒരുമിച്ച് നിൽക്കും. കണ്ടോ, ഒറ്റയ്ക്ക് തണ്ടേന്ന് മാറാതെ ചേർന്ന് നിൽക്കും എല്ലാം കൂടെ. അത് വിളഞ്ഞിട്ടുള്ളതല്ല, സെപ്പറേറ്റ് ആയി മാറി. ഈ അറ്റത്ത് നിൽക്കുന്ന വിളഞ്ഞ കണ്ടോ, അതാ പറിക്കുന്നത് നമ്മൾ. നിറച്ച് കൊതുകുണ്ടേ. ഇതുണ്ടോ, ഈ ഒരു കുഞ്ഞു മൂടെ തന്നെ നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. ഇത് ഹണി ക്രിസ്പാണ്. ഇത് വിളഞ്ഞതാണ്. ഹണി ക്രിസ്പ് ഒക്കെ വിളഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിളഞ്ഞത്. പക്ഷെ ഇത് ഒന്നും ആയിട്ട് പറിക്കാൻ എല്ലാം ഒറ്റയ്ക്ക് നിൽക്കുക. ഇതൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല. മാറി നിൽക്കുന്നത് ഇളക്കാൻ പറ്റും. ഇതൊന്നും ആയിട്ടില്ല. ഇതേണ്ട പേര് കണ്ടോ, ബാർലറ്റ് പേറും വിളഞ്ഞ് നിൽക്കുകയാണ്. പേറും ഞങ്ങൾ പറിക്കുന്നുണ്ട്. പേർ ഇന്ന് കറക്റ്റായിട്ട് കൊണ്ട് പറിച്ചത് കഴിച്ചോട്ടെ. വലിയൊരു കഷ്ണമായിരുന്നു. ഫ്രഷ് ഫ്രൂട്ട്സ് എപ്പോഴും തിന്നുമ്പോഴേ വലിയൊരു വ്യത്യാസമാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഒരു വളവും അടിക്കാതെ, പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാതെ ഉണ്ടായി വരുന്ന ഫ്രൂട്ട്സ്. ഇത് കണ്ടോ, നിങ്ങളിത് കണ്ടോ. ഇത് പ്ലം നമ്മുടെ ഇതാണ്ട് പഴുത്തണക്കേടാണോ നോക്കട്ടെ. ഇത് പഴുത്തില്ലെങ്കിലും വീട്ടിൽ ചെന്നിരുന്നാലും പഴുത്തോളെന്ന് പറയാനൊന്നും ബൈറ്റ് ചെയ്ത് നോക്കട്ടെ. പഴുത്തിട്ട് ഞെങ്ങുള്ളെന്ന് പറിക്കാൻ അവർ പറഞ്ഞായിരുന്നേ. അയ്യോ, അടുത്തൊരെണ്ണം കിട്ടി. എന്തോ എന്താ ടേസ്റ്റാണെന്നറിയോ. ഇതിൽ ചെവിട്ടി നിന്ന് ടേസ്റ്റ് ചെയ്താണ് ഇത് പറിക്കാൻ പോയത്. എന്തോരം പറഞ്ഞ് കൊല്ല കുത്തി കിടക്കുന്നത് കണ്ടില്ലയോ. നല്ല വെയിറ്റ് ഉണ്ട് കമ്പിനൊക്കെ. നല്ല ഇങ്ങനെ ഞാന്ന് കിടക്കുമല്ലേ. ഉണ്ടോ, നല്ല രസം.
അപ്പോൾ പറിക്കാൻ തുടങ്ങും ഇനി. അവിടെ എല്ലാം ഓരോ ഇത് 3 ഞങ്ങളിന്ന് പറിക്കുന്നത്. പെയറും ആപ്പിളും പ്ലമ്മിൻ്റെ വെറൈറ്റി വേണം. ഇത് കണ്ട് അതിനെക്കാട്ടി കുറച്ച് കുഞ്ഞതാണേ. ഇത് കുറച്ച് ഇത് പഴുത്ത ഇത് അത്രയ്ക്ക് ഇല്ലേ, അത്രയ്ക്ക് പഴുത്തതേണ്ടേ. തുടർന്നാണ് ചളാവുന്നു. ഇത് കുഞ്ഞാ. ഇത് ഇച്ചിരി പഴുക്കാണ്. ഇതിൻ്റെ കറ വയ്ക്കുന്നു കൊള്ളൂല. നല്ല പഴുത്തതാകുമ്പോഴാണ് ടേസ്റ്റ്. പഴുത്തില്ല. ഇത് അടുത്ത മരം എല്ലാം നിറഞ്ഞ് നിൽക്കുക. നീ പറിച്ചു തുടങ്ങും. ഒരു കോണ് ചെറുതായിട്ട് ഞങ്ങൾ കൊള്ളുന്ന പറിച്ചോളാൻ അവർ പറഞ്ഞത്. കണ്ടോ നിങ്ങൾക്ക് കാണാൻ. കറുത്ത പ്ലം ഒക്കെ ഉണ്ട്. ഇത് പേർപ്പിൾ, യെല്ലോ ഉണ്ട്. കടയിലൊക്കെ മോസ്റ്റ്ലി കിട്ടുന്ന യെല്ലോയും കറുപ്പും. ഇതും കാണും വല്ലപ്പോഴും ഒക്കെ അല്ലേ. ഒരു ബാസ്ക്കറ്റ് തന്നിട്ടുണ്ടേ. ആ ബാസ്ക്കറ്റിന് $20. ആപ്പിളിൻ്റെ ബാസ്ക്കറ്റ് $20, പെയർ ബാസ്ക്കറ്റ് $20. അവർക്ക് സ്റ്റാൻഡേർഡ് ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിൽ സീഡ് 3-4 കഴിച്ചു. ഒരു ആപ്പിൾ കഴിച്ചു, ഒരു പെയർ കഴിച്ചു. ഇതിൻ്റെ വയറിന് നിറഞ്ഞു. പ്ലം ട്രീയുടെ ചുവട്ടിൽ ഇത് റെഡ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അവർ പറഞ്ഞായിരുന്നു അത്ര പഴുത്തല്ലെന്ന് തോന്നുന്നു. എന്നാലും ശരി, എല്ലാം വിളഞ്ഞ് നിൽക്കുക. വീട്ടിൽ കൊണ്ടുവച്ചിരുന്ന് ഇതങ്ങ് പഴുത്തോളൂന്ന്. ഇപ്പോൾ ഇതാണ് ബാസ്ക്കറ്റ്. $20 ബാസ്ക്കറ്റ് ഇതാണ്. ഇത് കാണുമ്പോൾ ജാതിക്കായ ഓർമ്മ വരുന്നത്. നാട്ടിൽ ജാതിക്ക ഈ കളറല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇതുപോലെയല്ല ഷേപ്പൊക്കെ. ഈ ചെറുതിൻ്റെ അകത്ത് വിളഞ്ഞ് പഴുത്തുണ്ടെന്ന് നോക്കട്ടെ. ഇത് പഴുത്തതാ. ഇത് കാണുമ്പോൾ കളർ മാറിയിട്ടുണ്ട്. തൊടുന്നുണ്ടെങ്കിൽ വീഴുന്നുണ്ടേ പഴുത്തതിൽ. ഇത് സൈസ് വേറെ, ചെറുതും വലുതാണ്. എന്തൊരു വ്യത്യാസമുണ്ട്. ആനയും ആടും വ്യത്യാസമുണ്ട് ഓരോ മരങ്ങൾ തമ്മിൽ. ഒന്നേത്തല വലുതും ഒന്നേത്തല ചെറുതും. ഇത് വേറൊരു മരമാണ്. ഇത് വേറൊരു മരമല്ല, വേറൊരു പ്ലമ്മിൻ്റെ മരമാണ്. റൗണ്ടാണ്. ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇത് ഓവലായിരുന്നു, ഇത് റൗണ്ട്. ഇതിന് മധുരം നല്ലതായിട്ടുണ്ട്. ഇത് നല്ലത്. അകം ഗോൾഡൻ കളറിലാണ്. മറ്റേ പച്ചയായിരുന്നു. ഇത് നല്ല മധുരം. ഇത് പറിക്കാം. പൊഴിഞ്ഞും പോകുന്നുണ്ട്. നല്ലതായിട്ട് പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് തൊടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നതൊക്കെ പൊഴിഞ്ഞും പോകുന്നു. നല്ല പഴുത്ത് നിൽക്കുന്നു. ഗ്രേപ്സ് പോലെയുണ്ട് പഴുത്തിട്ട്. ഗ്രേപ്സിൻ്റെ വലിയ ഗുണ്ടുമണിയാന്ന് പറയും കണ്ടാൽ. പൊട്ടി കീറിയിട്ടുണ്ട് കേട്ടോ. ഇത് വിളഞ്ഞ് പഴുത്ത് കൂടിയിട്ടേ പറിക്കാതിരുന്നിട്ടുണ്ട്. വിളഞ്ഞ് പൊട്ടി കീറിയല്ല. ഇതാണ് വീഴുവാങ്ങും താഴെ. എനിക്ക് വിഷമം വരും ഈ താഴെ വീഴുന്നത് കാണുമ്പോൾ. അതിന് വേസ്റ്റായി പോലെ. ഞാൻ ഉച്ചയ്ക്കത്തെ എൻ്റെ ഊണ് ലാഭിച്ചു. എനിക്കാര്യം എൻ്റെ വയർ ഓൾറെഡി നിറഞ്ഞ്. എനിക്കിനി ഒന്നും കഴിക്കാൻ പറ്റില്ല. വെറൈറ്റിയാണ്. ഇത് വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഇതിൽ അത്രയ്ക്കും പഴുത്തിട്ടൊന്നുമില്ല. നമ്മൾ ചനച്ച് പഴുക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ പരുവത്തിൽ നിൽക്കുക. അത് കഴിച്ചപ്പോൾ തന്നെ മധുരമുണ്ട്. അപ്പോൾ എന്നാൽ അതിൽ നിന്നും കുറച്ച് പറിച്ചേക്കാം. എല്ലാം ഇരിക്കട്ടെ. ഈ ഒത്തിരി പഴുത്തത് പറിച്ച് താഴെ ഇട്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് അധികം പഴുക്കാത്ത ഇട്ട് എല്ലാവരും അളിഞ്ഞു പോകുമല്ലോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും. അപ്പോൾ അതിനെ ഏറ്റവും മണ്ടലിടാൻ വേണ്ടി ഇങ്ങോട്ട് പറക്കി മാറ്റി. ഗ്രേപ്സ് പോലെയായി കുഞ്ഞത് ഞാൻ കാണിച്ചായിരുന്നു. എന്നിട്ട് നല്ല മധുരമുള്ളത്. അപ്പോൾ അതിന് നല്ല പഴുത്തത്. അതിനിപ്പോൾ ഇങ്ങോട്ട് ഇട്ടാലേ വീട്ടിൽ ചെന്നിട്ട് തിന്നേണ്ടി വരത്തില്ല. എല്ലാം കൂടെ ഉടച്ച് ജാം ആക്കേണ്ടി വരും. അപ്പോൾ മാറ്റി വെച്ചാലേ ബുദ്ധി ഉപയോഗിക്കുകയാണേ. ഓക്കെ, അപ്പോൾ അത് മാറ്റി കഴിഞ്ഞു. ഇനിയും പോയി ബാക്കി പറിച്ചിട്ടുണ്ട്. ഞങ്ങളേ ഇതൊരു കുഞ്ഞു ഫാമാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ. ഒരു ലേഡിയുടെ ബാക്ക് യാർഡിൽ, അവരുടെ ബാക്കിലോട്ട് ഫാം അവരുടെ ഹസ്ബൻഡായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആ പുള്ളിക്കാരൻ മരിച്ചുപോയി. ഒരു പ്രായമുള്ള ലേഡിയാണേ. അപ്പോൾ അവർ തന്നെ അപ്പോൾ അങ്ങോട്ട് പറയാമായിരുന്നു. ഹസ്ബൻഡ് പണ്ട് കടകളിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു ഇത്. ഇപ്പോൾ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നത്. അവർക്കിപ്പോൾ കൊണ്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ ഇവിടെ ബാക്കിലുള്ളത് ആൾക്കാർ കണ്ട് അറിഞ്ഞ് കേട്ട് വരുന്നതേ പറ്റത്തുള്ളൂ. അവർക്ക് പ്രായമുണ്ട്, വിൽക്കാനൊന്നും പറ്റത്തില്ല കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു
ഫാമിൽ പോവാതെ ഇവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഓർത്താണ് ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷേ എല്ലാം നല്ലതായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നല്ല കൊള്ളാം. പറിക്കാൻ ആവശ്യത്തിനുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അവർ പറയാമായിരുന്നു, ഇവരൊക്കെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ അവർ പറയായിരുന്നു അവർക്കിത് പറിക്കാനോ ഇത് പറിച്ചുകൊണ്ട് കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിങ്ങനെ വാങ്ങിച്ചാലേ അവർക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വന്നതാണേ. അത്രയും ദൂരമില്ല, ഞങ്ങൾ വരത്തില്ലായിരുന്നു. നല്ല ദൂരമാണ് ഞങ്ങൾക്ക്. ഏത് സാധനമാണേലുവേ നമ്മൾ തിന്ന് മതിയാകുമ്പോൾ പിന്നെ നമുക്ക് ചെടിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ എനിക്ക് ആദ്യം വന്നപ്പോൾ എന്തൊരു ആവേശമായിരുന്നു അറിയോ തിന്നാനൊക്കെ. പറിച്ച് ഒരുപാട് തിന്നില്ലെങ്കിലും ഇപ്പം കഴിച്ചു കഴിഞ്ഞപ്പം ഇപ്പം ആവേശം തണുത്ത് ഇപ്പം വേണ്ടാന്നായി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടാം, ഇല്ലെങ്കിൽ ഇത് ചളങ്ങിപ്പോവും. പ്ലം പറിച്ചു കഴിഞ്ഞു. നിമ അടുത്ത ആപ്പിൾസ് പറിക്കുക. ആപ്പിൾസും പേറും പറിക്കണം. ഗ്രേപ്സ് അടുത്ത ആഴ്ച ഉള്ളൂ എന്ന് പറഞ്ഞേ. ഗ്രേപ്സ് ആയിട്ടില്ല, ഇവിടൊക്കെ ആയിട്ടില്ല, ചിലയിടത്തൊക്കെ ആയിട്ടില്ല. പറിച്ചു കഴിഞ്ഞില്ലേ, ഇത്രയുണ്ട്. ഇതുണ്ടോ, ഇത് ലാഭമാണ്. ഇവിടെ $20 ഞാൻ പറഞ്ഞില്ലേ. കടയിൽ പോയി ഒരു പൗണ്ടിന് കൊടുക്കണം $5 $4. അപ്പോൾ ഇത് ലാഭമാണ്. ഇത്രയും പറിച്ചില്ലേ. ഞാൻ ആപ്പിൾസിലേക്ക് പോവാം. ആപ്പിൾ പറിച്ച് അങ്ങനെ നടന്നപ്പോഴേ ഇതേ കണ്ടോ, ഒരു കിളി വന്ന് കൂടുണ്ടാക്കിച്ച് മുട്ട വിരിഞ്ഞ് കൊണ്ടുപോയി. എൻ്റെ വീട്ടിൽ കഴിഞ്ഞാൽ ഇളക്കി കൊണ്ടുപോയി കൂട് കണ്ടോ. ഇത് വീട്ടിൽ കൊണ്ടുപോയി കിളിക്ക് വേണ്ടി വെച്ചേക്കാം അല്ലേ, തിരിച്ച് വന്നെങ്കിൽ അടുത്ത വർഷം. അങ്ങനെ അതിലൊന്ന് ജിഞ്ചർ ഗോൾഡ്. ഇതാണ് ഈ മരം. അത് ഒരുപാടൊന്നുമില്ല ഇവർക്ക് ഇതിൻ്റെ മരം. അതിൽ ചെറിയ കേടൊക്കെ ഉണ്ട്. അപ്പോൾ അത് വിളഞ്ഞ് നിൽക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പറിക്കട്ടെ. ഈ ഇതിൽ കേടുണ്ട്. ഇതൊന്ന് തിന്ന് നോക്കാം. കൊള്ളാം, സൂപ്പറാട്ടോ. ഈ മരത്തിലെല്ലാം പറിച്ചേക്കാം. അത് വഴുക്കുണ്ട്, കിളി വന്ന് കൊത്തുന്നുണ്ടേ. നല്ലതാണ്, ജിഞ്ചർ ഗോൾഡ് കൊള്ളാം. ഞാൻ ആ പേര് കേട്ടിട്ടില്ലായിരുന്നു കടകളിലൊന്നും. എല്ലാത്തിലും കേടാണ് ഇതിന്. കേടില്ലാത്ത 2 ഉള്ളൂ. ഞങ്ങളെ ഈ ബാസ്ക്കറ്റിൽ പേറും ആപ്പിൾസും രണ്ടും കൂടെ മിക്സ് ചെയ്ത് പറിക്കുക. കാരണം ഈ ആപ്പിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് തന്നെ മേടിച്ചിട്ടേ എങ്ങനെ കൊണ്ട് അവിടെ കഴിക്കും ഞങ്ങൾ എല്ലാം കൂടെ. പറ്റില്ലല്ലോ. സോ ആപ്പിൾ മരങ്ങളുടെ ഇടയിൽ ഇതെല്ലാം പറ്റി നിൽക്കുകയാണ്. ഇത് വിളഞ്ഞിട്ടില്ലെന്ന് കാണുമ്പോൾ അറിയാമേ. ഇത് പറിക്കും. ജ്യൂസ് പക്ഷെ പഴുത്തിട്ടില്ല. ജിഞ്ചർ ഗോൾഡ് കുറച്ച് ഒരു സൈസ് ആപ്പിൾ പറിച്ചു. ഇനി അതിൽ കുറച്ച് പേർ പറിക്കാം. മധുരമുണ്ട്. അടുത്ത വെറൈറ്റി ഹണി ക്രിസ്പ്. ഇതും കൂടെ ഉള്ളൂ. ഇത് അടുത്ത വെറൈറ്റി. ഇത് പറിക്കുകയാണ്. ഇത് ഒരുമിച്ചിരിക്കുന്നുണ്ട്, അതൊന്നും വിളഞ്ഞിട്ടില്ല ഉണ്ടല്ലേ. അടുത്ത ട്രീയിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതുണ്ടോ, പറിച്ചു. 5-6 വെറൈറ്റി പ്ലംസ്, 2 വെറൈറ്റി ആപ്പിൾസ്, 1 വെറൈറ്റി പെയർ. താഴ്പോയി പറിച്ചു. ആവശ്യത്തിന് കൊതുകടിയും കിട്ടി. വയറെന്ന് അറിഞ്ഞു. നല്ല പ്ലംസ് ആണ് എല്ലാം. ചിലത് പഴുത്ത് വളയാനുണ്ട്. താഴ്പോയി പറിച്ചു. ആവശ്യത്തിന് കൊതുകടിയും കിട്ടി.
വയറെന്ന് അറിഞ്ഞു. നല്ല പ്ലംസ് ആണ് എല്ലാം. ചിലത് പഴുത്ത് വിളയാനുണ്ട്. ആപ്പിളും നല്ലതാണ്. ഞങ്ങൾ ഈ ക്രിസ്പ് അധികം എടുത്തില്ല, അത് കുറച്ചും കൂടെ ആവണമെന്ന് തോന്നുന്നു. അവർ വിളഞ്ഞെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ അത്ര സുമാറില്ലായിരുന്നു. പക്ഷേ ജിഞ്ചർ ഗോൾഡ് സൂപ്പറായിരുന്നു, ഭയങ്കര ജ്യൂസി ആയിരുന്നു. അപ്പോൾ അത് പറിച്ചു, അങ്ങനെല്ലാം പറിച്ചു. ബാസ്ക്കറ്റ് നിറഞ്ഞു. ഇതിന് $20, ഇതിന് $20. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് പോവാം. ഇനി 1-1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പോകുന്ന വഴിക്ക് വേറെ 1-2 ഫാം നോക്കി വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ അവിടെയും കൂടെ കയറും. അപ്പോൾ ഇന്ന് വീഡിയോ കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ചെയ്താൽ ബൈ.